പശ്ചിമേഷ്യയിൽ ഇപ്പോൾ യുദ്ധം കനക്കുകയാണ്. ആയത്തുള്ള അലി ഖമനേയുടെ കൊട്ടാരം അടക്കം തകർത്തുകൊണ്ട് യുദ്ധ സമാനമായ പോരാട്ടമാണ് നടക്കുന്നത്. എന്താണ് നിലവിലെ യുദ്ധ സാഹചര്യം എന്നതടക്കം നമുക്കൊന്ന് പരിശോധിക്കാം. സ്വാഗതം 20th അവറിലേക്ക്. ലോകമേറെ നാളായി ഭയന്നത് സംഭവിച്ചിരിക്കുകയാണ്. ലോക പോലീസ് അമേരിക്കയുടെ ഭയപ്പെടുത്തലുകൾക്ക് കീഴടങ്ങാതെ ഇറാനെ ഇന്ന് രാവിലെ ആക്രമിച്ച് നിലം പരിശാക്കി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്താക്രമണമാണ് ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനെ നിമിഷങ്ങൾക്കുള്ളിൽ തകർത്തത്. അമേരിക്കയുടെ 20ഓളം പോർ വിമാനങ്ങൾ ഒരേ സമയം ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെയും കൊട്ടാരം അടക്കം തകർത്തു. രണ്ട് ശക്തികളുടെ ബലാബല പരീക്ഷണത്തിൽ സങ്കടകരമായ കാര്യമെന്തെന്നാൽ ബോംബ് വീണൊരു സ്കൂളിലെ 51ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നതാണ്. യുദ്ധങ്ങളൊന്നിനും പരിഹാരമല്ല. ഈ യുദ്ധത്തിനും ലോകരാജ്യങ്ങൾ ഇടപെട്ട് ഏറ്റവും വേഗം സാധ്യമായ നിമിഷം പരിഹാരം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ആക്രമണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം ഇറാനിൽ ഇസ്രയേൽ അമേരിക്കയുമായി ചേർന്നുള്ള സംയുക്ത ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യ യുദ്ധക്കളമാവുകയാണ്. രാവിലെ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ആദ്യം ഇസ്രയേലി തലസ്ഥാനമായ ടെൽ അവീവും ജെറുസലേമുമാണ് മിസൈലുകളിലൂടെ ലക്ഷ്യമിട്ടതെങ്കിലും ലക്ഷ്യം കണ്ടില്ല. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം എല്ലാം ശത്രു മിസൈലുകളെയും തകർത്തു നിലത്തിട്ടു. ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ വിഫലമായതോടെ ഇറാന്റെ തിരിച്ചടി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയായി. ബഹ്റൈനിലാണ് ആദ്യം മിസൈൽ പതിച്ചത്. ബഹ്റൈനിലെ US സൈനിക താവളത്തിൽ നിന്ന് ആക്രമണത്തിന് പിന്നാലെ കട്ടിയായി കറുത്ത പുക ഉയരുന്ന ദൃശ്യങ്ങൾ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. You see the smoke lines? That's it, Billy. Oh, where that one said? Oh my God! Oh my God! Oh my God! Oh my God! Okay. All right. I do it, my love, first, please. I'm going. ബഹ്റൈനിലെ US 5ാം കപ്പൽ പടയുടെ ആസ്ഥാനത്തിന് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ബഹ്റൈനിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും അപായ സൈറണുകൾ മുഴങ്ങിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മേഖലയിലെ എല്ലാ US ഇസ്രയേൽ സൈനിക ആസ്ഥാനങ്ങളും തങ്ങളുടെ ലക്ഷ്യമാണെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇസ്രയേലിന് പിന്നാലെ തന്നെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും യുദ്ധം വ്യാപിപ്പിക്കുന്നത് പശ്ചിമേഷ്യ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, അബുദാബി, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അമേരിക്കയുടെ ബഹ്റൈൻ നാവിക ബേസിന് നേരെ ഇറാന്റെ മിസൈൽ പതിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കുവൈറ്റ് ബേസിന് നേരെയും ആക്രമണമുണ്ടായി. സൗദിയിലെ അമേരിക്കൻ താവളത്തിന് നേരെയും ആക്രമണം നടന്നു. ആവശ്യ സാധനങ്ങൾ കരുതാനും ജനലുകളില്ലാത്ത മുറി തെരഞ്ഞെടുക്കാനും ജനങ്ങളോട് വീടിനുള്ളിൽ സുരക്ഷിതമായ ഇടത്തേക്ക് മാറാനും ബഹ്റൈൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ഖത്തറിലേക്ക് എത്തിയ മിസൈൽ തടഞ്ഞതായും വിവരമുണ്ട്. അതിനിടെ ഇറാന്റെ ആക്രമണത്തെ അപലപിച്ച്
ബഹ്റൈൻ രംഗത്തെത്തി. ദുബായ് ലക്ഷ്യമാക്കി വന്ന മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്തതിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരാൾ മരിച്ചു. Next. പ്രതികരിക്കാൻ അവകാശമുണ്ടെന്നും ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ബഹ്റൈൻ പ്രതികരിച്ചു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇന്ത്യയെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ലക്ഷക്കണക്കിന് പേരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെ ആശങ്കയിലാണ്. ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും പിന്നാലെയുണ്ടായ അപ്രതീക്ഷിത ആക്രമണം ഇറാനിലെ ആയത്തുള്ള ഖമനേയി ഭരണകൂടത്തിന് അന്ത്യം കുറിക്കാനുള്ള നീക്കമാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. לפני שעה קלה יצאו ישראל וארצות הברית למערכה משותפת, מבצע שאגת הארי. מטרת המבצע, לשים קץ לאיום ממשטר האייתולות באיראן. בשעה זו תוקף צה"ל מטרות של משטר הדיכוי, מתקנים של משמרות המהפכה והבסיס, ויחד עם צבא ארצות הברית, אתרי טילים בליסטיים שמאיימים הן על ישראל והן על כוחות ארצות הברית. ആണവ ചർച്ചകളെ ചൊല്ലി സംഘർഷം രൂക്ഷമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു യുദ്ധത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ അടക്കം ആക്രമണമുണ്ടായിട്ടുണ്ട്. അബുദാബിയിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആക്രമണത്തിൽ ഇറാഖിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ ഹോർമോസ്ഖാൻ പ്രവിശ്യയിലുള്ള മിനാബ് നഗരത്തിലെ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ 57 വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത്. ഭീഷണികൾ ഇല്ലാതാക്കാനാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് വിശദമാക്കിയത്. ഇറാനും തങ്ങളുടെ വ്യോമാതിർത്തി അടയ്ക്കുകയും മൊബൈൽ ഫോൺ സേവനങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലെ നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് ഉത്തരവാദികൾ അവിടുത്തെ ഭരണകൂടമാണെന്നാണ് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാദം. തങ്ങൾ ഇറാനിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയ കീവ് അവിടെ ഭരണമാറ്റം വേണമെന്ന ആവശ്യം ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിലവിലെ സംഭവ വികാസങ്ങൾക്ക് കാരണം ഇറാനിയൻ ഭരണകൂടത്തിന്റെ ആക്രമണവും ശിക്ഷാഭയമില്ലാത്ത നടപടികളുമാണ്. പ്രത്യേകിച്ച് സമീപ മാസങ്ങളിൽ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ കൊലപാതകങ്ങളും അടിച്ചമർത്തലുകളുമാണ് ഇതിന് വഴിവെച്ചതെന്നും വിദേശകാര്യ മന്ത്രാലയം അവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഓഫീസുകൾക്ക് സമീപമാണ് ആദ്യ ആക്രമണം നടക്കുന്നത്. ആക്രമണം നടക്കുമ്പോൾ ഖമനേയി ഓഫീസിലുണ്ടായിരുന്നു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്നാൽ അദ്ദേഹത്തെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത്. യുഎസുമായുള്ള സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായി തന്നെ ഖമനേയിയെ പൊതുവേദികളിൽ ഒന്നും തന്നെ കാണാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്താൻ സമ്മർദ്ദം ചെലുത്തുന്നതിനായി മേഖലയിൽ വൻതോതിൽ യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും US വിന്യസിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം കൂടി നടന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.